കത്തോലിക്കാ സഭയുടെ പരമമായ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണെന്നും ആ ദൗത്യത്തിൽ കർദിനാൾമാരുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും താൻ ആഗ്രഹിക്കുന്നുവെന്നും ലയോ 14 പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ ലയോ 14 പാപ്പ വിളിച്ചു ചേർത്ത കർദിനാൾമാരുടെ അസാധാരണമായ കൺസിസ്റ്ററിക്ക് സമാപനം ജൂൺ അവസാനം വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളിന് മുന്നോടിയായി കർദിനാൾമാരുടെ രണ്ടാമത്തെ കൺസിസ്റ്ററി വിളിച്ചു ചേർക്കുമെന്ന് സമ്മേളനത്തിന്റെ സമാപനത്തിൽ ലയോ 14 പാപ്പ അറിയിച്ചു. ജനുവരി 7-8 തീയതികളിലാണ് പരിശുദ്ധ പിതാവ് 2 ദിവസം നീണ്ടുനിന്ന തന്റെ ആദ്യത്തെ കർദിനാൾമാരുടെ കൺസിസ്റ്ററി പാപ്പ വിളിച്ചു ചേർത്തത്. 3 മുതൽ 4 ദിവസം വരെ നീണ്ടുനിൽക്കുന്ന ഇത്തരത്തിലുള്ള വാർഷിക സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ പാപ്പ ആഗ്രഹിക്കുന്നുവെന്ന് വത്തിക്കാൻ വക്താവ് മാറ്റിയോ ബ്രൂണി പറഞ്ഞു. താനും മറ്റു കർദിനാൾമാരും ഈ കൺസിസ്റ്ററിയെ വളരെ സമ്പന്നവും ആഴമേറിയതുമായ ഒരു അനുഭവമായി കാണുന്നതായും കർദിനാൾമാർക്ക് പരസ്പരം അറിയുവാനും പരസ്പരം കേൾക്കുവാനും ഈ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ദക്ഷിണാഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിൽ നിന്നുള്ള കർദിനാൾ സ്റ്റീഫൻ ബ്രിസ്ലിൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൺസിസ്റ്ററിയിൽ കർദിനാൾമാരെ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ചായിരുന്നു ചർച്ചകളിൽ ആരാധനാക്രമത്തെക്കുറിച്ച് ചുരുക്കമായി പരാമർശിച്ചതായി ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലെ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ വിൽഫ്രഡ് നേപ്പിയർ നാഷണൽ കാത്തലിക് രജിസ്റ്ററിനോട് പറഞ്ഞു. എന്നാൽ പരമ്പരാഗത ലാറ്റിൻ ദിവ്യബലിയെക്കുറിച്ച് ചർച്ചകളിൽ പരാമർശം നടത്തിയിട്ടില്ലെന്നും ചെറിയ ഗ്രൂപ്പുകളായി നടത്തിയ ചർച്ചകൾ മുഖേന എല്ലാ കർദിനാൾമാർക്കും സംസാരിക്കുവാനുള്ള അവസരം കൺസിസ്റ്ററിയിൽ ലഭിച്ചെന്നും കർദിനാൾ വിൽഫ്രഡ് വ്യക്തമാക്കി. നടപടിക്രമങ്ങളുടെ രഹസ്യാത്മകത സൂക്ഷിക്കാൻ ലയോ 14 പാപ്പ നിർദ്ദേശിച്ചതായി കർദിനാൾമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൺസിസ്റ്ററി സമയത്തും ശേഷവും വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ. എന്നിരുന്നാലും വ്യാഴാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ ഫിലിപ്പിനോ കർദിനാൾ പാബ്ലോ ഡേവിഡും കൊളംബിയൻ കർദിനാൾ ലൂയിസ് ജോസ് റൂഡ അപ്പാരിഷോയും ചേർന്ന് മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.